റാപ്പർ വേടൻ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വേടൻ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. വേടന്റെ പ്രോഗ്രാമുകൾ, വേടന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് വേടൻ അതിൻ്റെ ഇടയിൽ അനിയന്മാർക്കും അനിയത്തിമാർക്കും എന്നും പറഞ്ഞ് നൽകുന്ന ഉപദേശങ്ങൾ, അതിൻ്റെ ഇടയിൽ ഈടിക്കെതിരെയുള്ള വേടന്റെ ചില പരാമർശങ്ങൾ, അങ്ങനെ തുടങ്ങി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വേടൻ ഒരു ഹൈ റേഞ്ച് ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ മുതൽ വേടൻ എന്ന് പറയുന്ന കക്ഷി വേറൊരു രീതിയിലാണ് ചർച്ചയായി മാറിയത്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചും കഞ്ചാവിനെ കുറിച്ചും ഒക്കെ ഉപദേശമൊക്കെ കൊടുത്തിരുന്ന ആള് ഇന്നലെ കഞ്ചാവ് കേസിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ. അപ്പോൾ കഞ്ചാവ് കേസിൽ പോലീസിന്റെ കസ്റ്റഡിയിലായപ്പോൾ വേടനെതിരെ സ്വാഭാവികമായിട്ടും ജനരോഷം വരും. വേടൻ ഇത്രയും നാൾ പറഞ്ഞ സംഭവങ്ങൾക്കെതിരെ വരും. അതിനിടയിൽ വേടന്റെ കളറ്, വേടന്റെ ജാതി, വേടന്റെ മതം, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. എന്തായാലും കഞ്ചാവ് കേസിൽ വേടനും വേടന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കൂട്ടുകാർക്കും എല്ലാം ജാമ്യം കിട്ടി. പക്ഷേ ഈ പിടിച്ചതിനേക്കാളും വലുതാണ് മാളത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ കഞ്ചാവ് കേസിനേക്കാൾ വലിയൊരു കേസിലാണ് ഇപ്പോൾ വേടൻ പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷമായിട്ട് താൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസിനോട് സമ്മതിച്ചു. നിർത്താൻ പലതവണ ശ്രമിച്ചു, നടക്കുന്നില്ല എന്ന് മനസ്സിലായ വേടൻ പക്ഷെ അത് തൻ്റെ ഒരു കുറ്റസമ്മതം കൃത്യമായിട്ട് പോലീസിന് മുമ്പ് നടത്തിയെങ്കിലും പക്ഷേ പുലിപ്പല്ല് ഒരു മാലയിൽ ലോക്കറ്റ് പോലെ ഉപയോഗിച്ചതിന് ഇപ്പോൾ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് വേടൻ ഉള്ളത്. മലേഷ്യയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മലേഷ്യയിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള ഒരാൾ, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളാണ് തനിക്ക് പുലിപ്പല്ല് നൽകിയത് എന്നാണ് വേടൻ പോലീസിനും വനം വകുപ്പിനൊക്കെ നൽകിയ മൊഴി. പക്ഷേ അതിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നതൊക്കെ ഈ വനം വകുപ്പ് പരിശോധിക്കുകയാണ്. ഇനി വരുന്ന മണിക്കൂറുകളിൽ വേടന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടാവും. കാരണം ഈ കേസിൽ ഇത് ഒറിജിനൽ പുലിപ്പല്ലാണോ, ഈ മൃഗവേട്ട നടത്താൻ പാടില്ല, മൃഗവേട്ട നിരോധിച്ച ഒരു രാജ്യത്ത് വേടന്റെ കയ്യിൽ പുലിപ്പല്ലെത്തിയത് വേടൻ പറഞ്ഞതുപോലെ തായ്ലൻഡിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള രഞ്ജിത്ത് നൽകിയതാണോ, ഈ രഞ്ജിത്തിന് എന്താണ് വേടനുമായിട്ടുള്ള ബന്ധം, ഈ രഞ്ജിത്തിന് ഇത് എവിടെ നിന്ന് കിട്ടി, അങ്ങനെ തുടങ്ങി ഒരുപാട് അന്വേഷണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ ഇനി ഈ കേസിൽ നിന്ന് വേടന് ഒരു മോചനം ഉണ്ടാകാനുള്ള സാധ്യത ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഉള്ളൂ എന്നതാണ് ഒരു വസ്തുത. പക്ഷെ വേടൻ കൃത്യമായിട്ട് കൊടുത്ത മൊഴി ഒരു ആരാധകൻ തന്നതാണ്. രഞ്ജിത്ത് എന്നാണ് ആളുടെ പേര്, കഴിഞ്ഞ വർഷമാണ് ചെന്നൈയിൽ വെച്ച് തന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ വനം വകുപ്പിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇനി വനം വകുപ്പ് അത് അന്വേഷിച്ച് കൃത്യമായിട്ട് കണ്ടെത്തിയതിന് ശേഷമായിരിക്കും വേടന്റെ കാര്യത്തിൽ ഈ പുലിപ്പല്ല് ഉപയോഗിച്ച കാര്യവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എത്രത്തോളം, എങ്ങനെ, ഏത് രീതിയിൽ എന്നതിനെ കുറിച്ചൊക്കെ ഒരു കൃത്യമായ വ്യക്തത ഉണ്ടാവുകയും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടിട്ട് വേടനെ ആരും പെടുത്തിയതല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നിർത്താനുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടും തനിക്കത് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ഉപയോഗിക്കേണ്ടി വരുന്നു. ചില സ്റ്റേജ് ഷോകളിലൊക്കെ നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ആ ഷോ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സന്ദർഭങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ വേടൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും തനിക്കിത് നിർത്തണം എന്നത് ഒരു ആത്മാർത്ഥമായ ആഗ്രഹമാണ് എന്ന് പോലീസിനോട് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പോലീസും എക്സൈസും ഒക്കെ ഒന്നുകിൽ ഡി അഡിക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്ക് വേടനോട് പോകാനുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ച് അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിലൊക്കെ ഈ 2 കേസിന്റെയും ദിശ എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ലൈൻ നമുക്ക് കിട്ടും.